ഇന്ന് കാനോണിക്കൽ LR പാഴ്സിംഗ് ടേബിളിനെ നമ്മൾ എങ്ങനെയാണ് കൺസ്ട്രക്ട് ചെയ്യാമെന്നാണ് നോക്കുന്നത്. നെക്സ്റ്റ് കൺസ്ട്രക്ഷൻ ഓഫ് കാനോണിക്കൽ LR പാഴ്സിംഗ് ടേബിൾ. അപ്പോൾ അതിനുവേണ്ടി ഉപയോഗിക്കുന്ന അൽഗോരിതമാണ് ഇതിൽ കാണിച്ചിട്ടുള്ളത്. ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓഗ്മെന്റഡ് ഗ്രാമർ G'. റിസൾട്ട് എന്തായിരിക്കണം? കാനോണിക്കൽ LRന്റെ പാഴ്സിംഗ് ടേബിൾ. അതിൻ്റെ അകത്ത് നമുക്ക് നേരത്തെ അറിയാം രണ്ട് പോർഷൻസ് ഉണ്ട്, ഒരു ആക്ഷൻ പാർട്ടും ഉണ്ട്, ഒരു കോറ്റു പാർട്ടും ഉണ്ട്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ C കൺസ്ട്രക്ട് ചെയ്യുക. ഈ C എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഓൾറെഡി നമ്മൾ കൺസ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞു. I0, I1, etc. up to In. That is the collection of set of LR1 items for G'. നമ്മൾ ഓഗ്മെന്റഡ് ഗ്രാമറിൻ്റെ ഫസ്റ്റ് ഓഗ്മെന്റ് ചെയ്ത പ്രൊഡക്ഷൻ്റെ ക്ലോഷറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. അതിന് നമുക്ക് ഫസ്റ്റ് ഐറ്റമായിട്ട് സെറ്റ് ഓഫ് ഐറ്റമായിട്ട് കൺസിഡർ ചെയ്തു I0. അതിൽ നിന്ന് ഗോ ടു ഉപയോഗിച്ച് I1, I2 അങ്ങനെ നമ്മൾ ഓരോ സെറ്റുകൾ ഫോം ചെയ്തു പോയി, ഓരോ കളക്ഷൻസ് ഫോം ചെയ്തു പോയി. അപ്പം അങ്ങനെ കിട്ടിയ സെറ്റുകളാണ് ഈ I0 മുതൽ In വരെ. നമുക്കിവിടെ എന്ത് മുതലുണ്ട്? നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിളിൻ്റെ കേസിൽ I0 മുതൽ I9 വരെ കളക്ഷൻസ് നമ്മൾ ഫോം ചെയ്തു. അപ്പോൾ അതെല്ലാം ഓരോ സെറ്റുകളാണ്. അപ്പോൾ അത് അതിൻ്റെ കളക്ഷനെയാണ് നമ്മൾ C എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു സെറ്റ്, ഇതൊരു സെറ്റ്, ഈ സെറ്റുകളുടെ കളക്ഷനാണ് ഈ ക്യാപിറ്റൽ C. അതായത് LR1 ഐറ്റംസിൻ്റെ കളക്ഷൻ. ഇനി സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് I ഓഫ് ദ പാഴ്സർ ഈസ് കൺസ്ട്രക്റ്റഡ് ഫ്രം I. അപ്പോൾ I0യിൽ നിന്ന് സ്റ്റേറ്റ് 0 കൺസ്ട്രക്ട് ചെയ്യുക, I1ൽ നിന്ന് സ്റ്റേറ്റ് 1, I2ൽ നിന്ന് സ്റ്റേറ്റ് 2, അങ്ങനെ നമ്മൾ സ്റ്റേറ്റ്സിനെ കൺസ്ട്രക്ട് ചെയ്യുന്നു. നെക്സ്റ്റ് നമ്മളുടെ പാഴ്സിംഗ് ടേബിളിൽ നമുക്ക് രണ്ട് പോർഷൻ ഉണ്ട്, ഒന്നൊരു ആക്ഷൻ പിന്നെ ഒരു ഗോ ടു. അപ്പോൾ ആക്ഷൻ പാർട്ടിലെ എൻട്രീസ് ഫില്ല് ചെയ്യുന്ന പോർഷനാണ് ഈ ABC റൂൾസ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഒരു പർട്ടിക്കുലർ സ്റ്റേറ്റ് I ആണെങ്കിൽ അവിടെ നമ്മൾ എന്തെല്ലാം ഓപ്ഷൻസ് നമുക്ക് എൻ്റർ ചെയ്യേണ്ട സിറ്റുവേഷൻ വരും. 3 കേസുകളാണ് വരിക. ഒന്നുകിൽ ഷിഫ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ റെഡ്യൂസ് ചെയ്യാം, അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ഈ പറഞ്ഞേക്കുന്ന 3 റൂള് നമ്മൾ നേരത്തെ പറഞ്ഞ SLRൻ്റെ പാഴ്സിംഗ് ടേബിളിൻ്റെ അൽഗോരിതത്തിന് സിമിലർ ആണ്. ആകെ ഡിഫറൻസ് വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മളുടെ സെക്കൻഡ് റൂളിൻ്റെ കേസിൽ മാത്രമേ ഡിഫറൻസ് വരുന്നുള്ളൂ. ഫസ്റ്റ് റൂൾ നോക്കുകയാണെങ്കിൽ പഴയ പോലെ തന്നെ A ഗിവിങ് ആൽഫ ഡോട്ട് A ബീറ്റ, ഡോട്ട് സം ടെർമിനൽ വാല്യൂ ആണ് വരുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളുടെ നെക്സ്റ്റ് നോക്കേണ്ടത് ചെയ്യേണ്ട കാര്യം ഷിഫ്റ്റിംഗ് ആണ്. അപ്പോൾ ഡോട്ട് ടെർമിനൽ സിമ്പിൾ ആണെങ്കിൽ ഷിഫ്റ്റ് ചെയ്യണം. ഷിഫ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഏത് സ്റ്റേറ്റ് എന്നുള്ളത് കൂടി നമ്മളവിടെ സ്പെസിഫൈ ചെയ്യണം. അതിനുവേണ്ടി ഏത് സ്റ്റേറ്റ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ നോക്കേണ്ടത് ഇതിൻ്റെ ഐറ്റം I0 അല്ല IA ആണെങ്കിൽ ആ IAക്ക് ഈ A എന്ന് പറഞ്ഞ സിമ്പിൾ വന്നപ്പം എങ്ങോട്ടായിരുന്നു ഗോ ടു നമ്മൾ കമ്പ്യൂട്ട് ചെയ്ത് കിട്ടിയെന്ന് നോക്കാം. അപ്പോൾ ഗോ ടു ഓഫ് IA, A എന്ന് പറഞ്ഞാൽ IJ ആണെങ്കിൽ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ എന്തുകൂടി ഷിഫ്റ്റ് ചെയ്യണം? ഈ J കൂടി ഷിഫ്റ്റ് ചെയ്യണം. അപ്പോൾ സെറ്റ് ആക്ഷൻ ഓഫ് I, A ടു ഷിഫ്റ്റ് J. അപ്പോൾ ടെർമിനൽ സിമ്പിൾ ആണെങ്കിലുള്ള റൂള് നമ്മൾ നേരത്തെ SLRൽ പറഞ്ഞ അതേ റൂള് തന്നെയാണ്. ഇനി സെക്കൻഡ് കേസ് എന്ന് പറഞ്ഞാൽ ഇഫ് A ഗിവിങ് ആൽഫ ഡോട്ട് എന്ന് പറഞ്ഞാൽ റൈറ്റ് എൻഡിൽ ഡോട്ട് വരികയാണ്. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമ്മൾ റിഡക്ഷൻ ആയിരിക്കണം ചെയ്യേണ്ടത്. ഏത് പ്രൊഡക്ഷൻ ഉപയോഗിച്ച്? A ഗിവിങ് ആൽഫ ഉപയോഗിച്ച് റിഡ്യൂസ് ചെയ്യണം. ഇനി ഇവിടെ റെസ്ട്രിക്ഷൻ പറഞ്ഞേക്കുന്നത് A നോട്ട് ഈക്വൽ ടു S'. നമ്മളുടെ ഓഗ്മെന്റ് ചെയ്ത സ്റ്റാർട്ട് സിമ്പിൾ, പുതുതായിട്ട് ആഡ് ചെയ്തിട്ടുള്ള സ്റ്റാർട്ട് സിമ്പിൾ ആവാൻ പാടില്ല ഈ ലെഫ്റ്റ് എൻഡ് എന്ന് പറയുന്നത്. റിഡക്ഷൻ്റെ കേസിൽ നമ്മൾ നേരത്തെ SLRൻ്റെ കേസിലാണെങ്കിൽ നമ്മൾ എൻട്രി വരുത്തിയിരുന്നത് ഫോളോ ഓഫ് A ഗിവിങ് ആൽഫ ഉപയോഗിച്ചാണ് റിഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ ഫോളോ ഓഫ് A വരുന്ന ഏതെല്ലാം സിമ്പിൾസ് ആണോ അതിൻ്റെ എല്ലാം കോളത്തിലായിരുന്നു എൻട്രി ആഡ് ചെയ്തിരുന്നത്. അപ്പോൾ ആ ഒരു പോർഷൻ നമുക്കിവിടെ ഒഴിവാകുന്നു. പകരം നമ്മൾ എൻട്രി ആഡ് ചെയ്യേണ്ടത് ഈ സെക്കൻഡ് കമ്പോണൻറ്റ് ഏതാണോ അതിൻ്റെ കറസ്പോണ്ടിങ് കോളംസിലായിരിക്കും. സോ സെറ്റ് ആക്ഷൻ ഓഫ് I, A ടു റെഡ്യൂസ് A ഗിവിങ് ആൽഫ. അപ്പോൾ നമ്മളുടെ പ്രൊഡക്ഷനിൽ നമ്മളുടെ സെക്കൻഡ് കമ്പോണൻറ്റ് ഏതാണെന്ന് നോക്കുക, അതിൻ്റെ കറസ്പോണ്ടിങ് കോളംസിലായിരിക്കണം നമ്മൾ ഈ റിഡക്ഷൻ്റെ എൻട്രി ആഡ് ചെയ്യേണ്ടത്. ഇനി നമ്മളുടെ തേർഡ് കേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ലാസ്റ്റ് കേസ് അല്ല അക്സെപ്റ്റൻസിൻ്റെ കേസ്. സോ S' ഗിവിങ് S ഡോട്ട് ഉപയോഗിച്ച് നമ്മൾ റിഡ്യൂസ് ചെയ്യാണ് ആണെങ്കിൽ ഇഫ് S' ഗിവിങ് S ഡോട്ട് $, ഈസ് ഇൻ II നമ്മൾ എങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടത്? ഈ I, $, എന്ന് പറഞ്ഞ കറസ്പോണ്ടിങ് കോമ്പിനേഷനിൽ അക്സെപ്റ്റ് ആയിട്ട് അല്ല അക്സെപ്റ്റൻസ് ആയിട്ട് നമ്മൾ ആക്ഷൻ സെറ്റ് ചെയ്യുക. എന്ന് വെച്ചാൽ ഈ ഒരു പ്രൊഡക്ഷൻ ഉപയോഗിച്ച് റിഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ പാഴ്സിംഗ് സക്സസ്ഫുൾ ആയി സ്ട്രിങ്ങിനെ അക്സെപ്റ്റ് ചെയ്തു എന്നുള്ളതാണ് അതിൻ്റെ മീനിങ്. ഈ പറഞ്ഞ റൂളുകളിലെല്ലാം കോൺഫ്ലിക്റ്റ് വരികയാണെങ്കിൽ അതിൻ്റെ മീനിങ് നമ്മുടെ ഗ്രാമർ LR1 അല്ല എന്നുള്ളതാണ് അതിൻ്റെ മീനിങ്. അതിൻ്റെ അൽഗോരിതം ഫെയിൽ ആവും. അപ്പോൾ നമ്മളുടെ ഈ 3 ABC നമ്മൾ ആക്ഷൻ പാർട്ട് ഫില്ല് ചെയ്യാൻ വേണ്ടിയാണ് യൂസ് ചെയ്തത്. ഇനി നെക്സ്റ്റ് നമ്മൾ തേർഡ് റൂൾ പറയുന്നത് നമ്മൾ ഗോ ടു പോർഷൻ ഫില്ല് ചെയ്യാനാണ്. ഗോ ടു ട്രാൻസിഷൻസ് ഫോർ സ്റ്റേറ്റ് I ആർ ഡിറ്റർമിൻഡ് ആസ് ഫോളോസ്. ഇഫ് ഗോ ടു ഓഫ് IA, A ഈക്വൽ ടു IG നമ്മൾ നേരത്തെ പറഞ്ഞ അതേ റൂൾ തന്നെ. I എന്ന് പറഞ്ഞ സെറ്റിൽ നിന്ന് A എന്ന് പറഞ്ഞ ടെർമിനൽ സിമ്പിൾ നോൺ ടെർമിനൽ വരുമ്പം IJയിലേക്കാണ് പോകുന്നതെങ്കിൽ നമ്മളെ ടേബിളിൽ എന്താണ് എൻട്രി ഫില്ല് ചെയ്യേണ്ടത്? I എന്ന് പറഞ്ഞ സ്റ്റേറ്റ്, A എന്ന് പറഞ്ഞ സിമ്പിൾ, അപ്പം അങ്ങോട്ട് പോകണം J എന്ന് പറഞ്ഞ സ്റ്റേറ്റിലേക്ക് പോകണം. അതാണ് എഴുതിയിരിക്കുന്നത്. ഗോ ടു ഓഫ് I, A ഈക്വൽ ടു J.
ഇനി സെക്കൻഡ് റൂൾ അല്ലെ തേർഡ് റൂൾ ഉപയോഗിച്ച് നമ്മൾ ഡിഫൈൻ ചെയ്യാൻ പറ്റാത്ത എൻട്രീസ് എല്ലാം ബ്ലാങ്ക് എൻട്രീസ് ആണ്. അതെല്ലാം നമ്മൾ എറർ എൻട്രീസ് ആണ് ഐഡന്റിഫൈ ചെയ്യുക. നമ്മൾ ഇനിഷ്യൽ സ്റ്റേറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മൾ ഓഗ്മെന്റ് ചെയ്ത പ്രൊഡക്ഷൻ്റെ ക്ലോഷറിൽ നിന്നായിരിക്കണം നമ്മൾ ഇനിഷ്യൽ സ്റ്റേറ്റ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇതാണ് നമ്മൾ കാനോണിക്കൽ എല്ലാ പാർസിംഗ് ടേബിൾ കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന അൽഗോരിതം. അപ്പോൾ ഫസ്റ്റ് SLRൻ്റെ അൽഗോരിതം നമുക്കറിയാമെങ്കിൽ അതിൽ നിന്നുള്ള മോഡിഫിക്കേഷൻസ് മാത്രം നമ്മളിതിൽ നോട്ട് ചെയ്താൽ മതിയാവും. അപ്പോൾ ഇതാണ് നമ്മൾ നേരത്തെ കൺസ്ട്രക്ട് ചെയ്ത DFA. അപ്പോൾ തന്നിട്ടുള്ള ഗ്രാമറിലെ 3 പ്രൊഡക്ഷൻസ് ആണ് ഇതിൽ എഴുതിയിരിക്കുന്നത്, ഈ 1, 2, 3 എന്ന് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഈ പാർസിംഗ് ടേബിളിലെ വാല്യൂസ് നമുക്ക് ഇങ്ങനെ ഫില്ല് ചെയ്യാൻ നോക്കാം. ഈ ഫസ്റ്റ് I0 അതാണ് നമ്മൾ സ്റ്റേറ്റ് 0 എന്ന് പറയുന്നത്. ഈ സ്റ്റേറ്റ് 0യിൽ നിന്ന് ടെർമിനൽ സിമ്പിൾസ് ഏതൊക്കെയാണ് വരുന്നത് നോക്കാം. ഇവിടെ സ്മോൾ c ഉണ്ട്, സ്മോൾ d ഉണ്ട്. സ്മോൾ c ഉണ്ടെങ്കിൽ അല്ല ടെർമിനൽ സിമ്പിൾസ് ഏത് വന്നാൽ നമ്മുടെ റൂൾ എന്താണ്, ഷിഫ്റ്റിംഗ് ആണ് ചെയ്യേണ്ടത്. ഷിഫ്റ്റ് ചെയ്തിട്ട് സെക്കൻഡ് കമ്പോണായിട്ട് നമ്മൾ ആഡ് ചെയ്യേണ്ടത് എന്താണ്, ഏത് സ്റ്റേറ്റിലേക്കാണോ c വരുമ്പോൾ പോകേണ്ടത് ആ ഒരു സ്റ്റേറ്റ് ആയിരിക്കണം നമ്മളുടെ നെക്സ്റ്റ് സിമ്പിൾ. അപ്പോൾ c എന്ന് പറഞ്ഞ സിമ്പിൾ കാണുകയാണെങ്കിൽ, c എന്ന് പറഞ്ഞ ടെർമിനൽ സിമ്പിൾ വരികയാണെങ്കിൽ എന്ത് ചെയ്യുക, ടെർമിനൽ സിമ്പിൾ ആയതുകൊണ്ട് ഷിഫ്റ്റ് ചെയ്യണം. ഇനി നെക്സ്റ്റ് പോകുന്നത് എങ്ങോട്ടേക്കാണ്, I3യിലേക്കാണ്. സോ S3 ഷിഫ്റ്റ് ചെയ്യുക, ഗോ ടു സ്റ്റേറ്റ് 3. അതാണ് S3 എന്ന് പറഞ്ഞ എൻട്രി. ഇനി 0 എന്ന് പറഞ്ഞ സ്റ്റേറ്റിൽ നിന്ന് D എന്ന് പറഞ്ഞ സിമ്പിൾ കണ്ടാൽ എഗെയിൻ ഷിഫ്റ്റ് ചെയ്യുക. ഇവിടെ I4 ആയതുകൊണ്ട് ഷിഫ്റ്റ് ടു ആൻഡ് ഗോ ടു സ്റ്റേറ്റ് 4. അതുകൊണ്ട് S4 എന്നായിരിക്കണം എൻട്രി. അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. 0യും Dയും വരും. ഇനി നമ്മൾ ഈ I0 എന്ന് പറഞ്ഞ സ്റ്റേറ്റിൽ ക്യാപിറ്റൽ S വന്നാൽ I1ലേക്ക് പോവാം. ക്യാപിറ്റൽ S വരുമ്പോൾ നമുക്കറിയാം നോൺ ടെർമിനൽ ആണ്. നോൺ ടെർമിനൽസ് വരുന്ന കേസിൽ നമ്മൾ ഗോ ടു പോർഷനിലാണ് എൻട്രി ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ ക്യാപിറ്റൽ S വരുന്ന പോർഷനിൽ അത് കണ്ടോ, 0 എന്ന് പറഞ്ഞ സ്റ്റേറ്റിൽ ക്യാപിറ്റൽ S വന്നാൽ 1ലേക്ക് പോവാം. ഇനി ക്യാപിറ്റൽ C വന്നാലോ I2ലേക്ക് പോവാം. അതുകൊണ്ടാണ് 0യിൽ നിന്ന് ക്യാപിറ്റൽ C വന്നാൽ I2ലേക്ക്. നമ്മൾ ടേബിൾ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ നോക്കാം, നമുക്കറിയാം സ്റ്റേറ്റ്സ് 0 മുതൽ 9 വരെ, I0 to I9 വരെ. അതുകൊണ്ടാണ് 0 to 9. ഇനി ആക്ഷൻ ബോർഡിൽ എന്തൊക്കെ വരും, നമ്മൾ ടെർമിനൽ സിമ്പിൾസ് ഏതൊക്കെയാണോ അതെല്ലാം ആഡ് ചെയ്യുക, ലാസ്റ്റ് ഡോളർ ആഡ് ചെയ്യുക. ഈ ഗോ ടു പോർഷനിൽ വരുന്നതെല്ലാം നോൺ ടെർമിനൽസ് ആയിരിക്കും. അപ്പോൾ അതാണ് I0 എന്ന് പറഞ്ഞ സ്റ്റേറ്റിൻ്റെ കാര്യം. ഈ I1 നമ്മൾ I0യുടെ കേസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് റൈറ്റ് എൻഡിൽ ഡോളർ എവിടെയും വരുന്നില്ല എന്ന് പറഞ്ഞാൽ എന്താണ്, അവിടെ റിഡക്ഷൻ ഒന്നും നമുക്ക് ആവശ്യമില്ല ഈ ഒരു സെറ്റിൻ്റെ കേസിൽ. സെക്കൻഡ് വൺ എന്ന് പറഞ്ഞാൽ I1 നോക്കുകയാണെങ്കിൽ നമുക്ക് റൈറ്റ് എൻഡിൽ ഡോട്ട് ഉണ്ട് എന്ന് മാത്രമല്ല, നമ്മുടെ പ്രൊഡക്ഷൻ ഏതാണ്, S' ഗിവിങ് S ഡോട്ട് കോമ ഡോളറാണ്. അപ്പോൾ ഈ ഒരു പ്രൊഡക്ഷൻ നമ്മൾ നേരത്തെ നമ്മൾ അൽഗോരിതത്തിൽ പറഞ്ഞാൽ നമ്മൾ തേർഡ് സ്റ്റെപ്പായിട്ട് ഈ ഒരു റൂൾ കാണുകയാണെങ്കിൽ ഈ ഒരു പ്രൊഡക്ഷൻ നമ്മൾ ഉപയോഗിച്ച് റെഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ മീനിങ് എന്താണ്, നമ്മൾ അക്സെപ്റ്റൻസിൽ എത്തി എന്നുള്ളതാണ് അതിൻ്റെ മീനിങ്. സോ ആ കറസ്പോണ്ടിങ് സ്റ്റേറ്റിനും ഡോളർ സിമ്പിളിനും കറസ്പോണ്ടിങ് ആയിട്ട് അക്സെപ്റ്റൻസ് മാർക്ക് ചെയ്യാം. അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. സോ സ്റ്റേറ്റ് 1 ആണ്, അതാണ് 1 കാണിച്ചിട്ടുള്ളത്. സോ 1നും ഡോളറിനും കറസ്പോണ്ടിങ് ആയിട്ട് അക്സെപ്റ്റൻസ് മാർക്ക് ചെയ്യും. നെക്സ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് I2ൻ്റെ കേസിൽ 3 എൻട്രീസ് നമുക്കിവിടെ കാണാം. ക്യാപിറ്റൽ C വന്നാൽ I5. അപ്പോൾ ക്യാപിറ്റൽ C ആയതുകൊണ്ട് നമ്മൾ ഗോ ടുയിലായിരിക്കണം എൻട്രി മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ I2ൽ നിന്ന് ക്യാപിറ്റൽ C വന്നാൽ I5, അതുകൊണ്ട് സ്റ്റേറ്റ് 5. ഈ ടെർമിനൽ സിമ്പിൾസ് C ഉണ്ട് D ഉണ്ട്. C വന്നാൽ എങ്ങോട്ടേക്ക് എങ്ങോട്ടേക്കാണ് പോകേണ്ടത്, I6ലേക്ക്. സോ S ഷിഫ്റ്റ് 6. അതാണ് 2 എന്ന് പറഞ്ഞ സ്റ്റേറ്റിൽ നിന്ന് C എന്ന് പറഞ്ഞ സിമ്പിൾ വന്നാൽ S6. ഇനി D എന്ന് പറഞ്ഞ സിമ്പിൾ വന്നാലോ I7ലേക്കാണ്. സോ S7. അതാണ് ഇവിടെ S7 എന്ന് പറഞ്ഞ എൻട്രി. 2 എന്ന് പറഞ്ഞ സ്റ്റേറ്റിൽ നിന്ന് D എന്ന് പറഞ്ഞ സിമ്പിൾ കണ്ടാൽ S7. നെക്സ്റ്റ് നമ്മൾ ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് റൈറ്റ് ഹാൻഡിൽ ഡോട്ടൊന്നും കാണുന്നില്ല, അപ്പോൾ നമുക്ക് അവിടെ റിഡക്ഷൻ ഒന്നും ഇല്ല. നെക്സ്റ്റ് നമ്മൾ I3 കൺസിഡർ ചെയ്യുന്നു, അല്ലെ സ്റ്റേറ്റ് 3യിൽ നിന്ന് ക്യാപിറ്റൽ C വന്നാൽ I8 ആണ്. അപ്പോൾ നമ്മൾ ക്യാപിറ്റൽ C വരുമ്പോൾ എവിടെയാണ് എൻട്രി ഫിൽ ചെയ്യേണ്ടത്, ഗോ ടു പോർഷനിൽ. അപ്പോൾ 3യിൽ നിന്ന് ക്യാപിറ്റൽ C വന്നാൽ ഗോ ടുവിൽ നമ്മൾ 8 ആഡ് ചെയ്തു. ഇനി ഇവിടെ സ്മോൾ c ഉണ്ട്, ഇവിടെ സ്മോൾ d ഉണ്ട്. I3യിൽ നിന്ന് സ്മോൾ c വന്നാൽ I3 തന്നെയാണ്. അപ്പോൾ ടെർമിനൽ സിമ്പിൾ വരുമ്പം ഷിഫ്റ്റ് ചെയ്യുക, സ്റ്റേറ്റ് I3 തന്നെ ആയതുകൊണ്ട് S3 നമുക്ക് മാർക്ക് ചെയ്യാം. അപ്പോൾ I3യിൽ നിന്ന് C എന്ന് പറഞ്ഞ സിമ്പിൾ വരുമ്പോൾ, അതായത് 3യിൽ നിന്ന് C എന്ന് പറഞ്ഞ സിമ്പിൾ വരുമ്പം ഷിഫ്റ്റ് ചെയ്യുക, ആ സ്റ്റേറ്റിൽ തന്നെ നിൽക്കുക. ഇനി D എന്ന് പറഞ്ഞ സിമ്പിൾ ആണെങ്കിലോ ടെർമിനൽ സിമ്പിൾ ആയതുകൊണ്ട് വീണ്ടും ഷിഫ്റ്റിംഗ് തന്നെയാണ്. ഏത് സ്റ്റേറ്റ്, 4, അതാണ് S4. അപ്പോൾ അത്രയാണ് I3 എന്ന് പറഞ്ഞ സ്റ്റേറ്റ്. നെക്സ്റ്റ് ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ I3യുടെ കേസിൽ റൈറ്റ് ഹാൻഡിൽ ഡോട്ടൊന്നും ഇല്ല, അപ്പോൾ അവിടെയും റിഡക്ഷൻ ഒന്നും ആവശ്യമില്ല. നെക്സ്റ്റ് I4 നമ്മൾ കൺസിഡർ ചെയ്യാം. ഇതാണ് I4, C ഗിവിങ് D ഡോട്ട് ഉണ്ടല്ലോ, റൈറ്റ് ഹാൻഡിലാണ് ഡോട്ട് വരുന്നത്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ നമ്മൾ ചെയ്യേണ്ടത് റിഡക്ഷൻ ആയിരിക്കും. ഏത് പ്രൊഡക്ഷൻ ഉപയോഗിച്ച്, C ഗിവിങ് D ഉപയോഗിച്ച് റെഡ്യൂസ് ചെയ്യുക. C ഗിവിങ് D എന്ന് പറഞ്ഞാൽ നമുക്ക് തേർഡ് പ്രൊഡക്ഷൻ ആണ്. അപ്പോൾ R3 എന്നായിരിക്കണം നമ്മൾ എൻട്രി കൊടുക്കേണ്ടത്. ഇനി എൻട്രി എവിടെയൊക്കെ കൊടുക്കണം, ഈ സെക്കൻഡ് കമ്പോണന്റ് നോക്കുക, സിയും ഡിയും. അപ്പോൾ സിയിലും
ഡിയിലും റിഡക്ഷൻ ആഡ് ചെയ്യാം. സോ സിയിലും R3 ആഡ് ചെയ്തു, ഡിയിലും R3 ആഡ് ചെയ്തു. നെക്സ്റ്റ് I5 കൺസിഡർ ചെയ്യുകയാണെങ്കിൽ I5 ഒറ്റ പ്രൊഡക്ഷനേ ഉള്ളൂ. എ ഗിവിങ് ആൽഫ ഡോട്ട്, റൈറ്റ് ഇൻഡിലാണ് ഡോട്ട്. അപ്പോൾ അവിടെ നമ്മൾ ചെയ്യേണ്ടത് റിഡക്ഷൻ ആണ്. അപ്പോൾ നമ്മൾ ഏത് പ്രൊഡക്ഷനാണ് ഉപയോഗിക്കേണ്ടത്? എസ് ഗിവിങ് CC ഉപയോഗിച്ചാണ് റെഡ്യൂസ് ചെയ്യേണ്ടത്. അതാണ് നമ്മൾ ഫസ്റ്റ് പ്രൊഡക്ഷൻ ഉപയോഗിച്ചാണ് റെഡ്യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഫസ്റ്റ് പ്രൊഡക്ഷൻ ഉപയോഗിച്ച് റെഡ്യൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ R1 എന്നായിരിക്കണം എൻട്രി. ഇനി എവിടെയെല്ലാം കൊടുക്കണം? നമ്മളുടെ സെക്കൻഡ് കമ്പോണൻറ്റ് നോക്കുക. ഡോളർ ആയതുകൊണ്ട് ഡോളറിൽ കറസ്പോണ്ടിങ് ആയിട്ട് R1 മാർക്ക് ചെയ്തു. നെക്സ്റ്റ് സ്റ്റേറ്റ് 6. I6 കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ക്യാപിറ്റൽ C വന്നാൽ I9 ആണ്. അപ്പോൾ ക്യാപിറ്റൽ C വരുമ്പോൾ നമ്മുടെ ഗോ ടു പോർഷനിലാണ് എൻട്രി. സോ 6ൽ നിന്ന് ക്യാപിറ്റൽ C വരുമ്പോൾ സ്റ്റേറ്റ് 9. ഇനി സ്മോൾ c വന്നാൽ അവിടെ തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ I6ൽ നിന്ന് സ്മോൾ c വന്നാൽ ടെർമിനൽ സിമ്പിൾ ആയതുകൊണ്ട് ഷിഫ്റ്റ് ചെയ്യുന്നു, സ്റ്റേറ്റ് അത് തന്നെ ചേഞ്ച് ഒന്നുമില്ല. ഇനി സ്മോൾ d വന്നാലോ സ്റ്റേറ്റ് 7ലേക്കാണ്. സോ അതാണ് S7. 6ൽ നിന്ന് സ്മോൾ d വന്നാൽ സ്മോൾ d ആയതുകൊണ്ട് ഷിഫ്റ്റ് ചെയ്യുന്നു, പോകേണ്ട സ്റ്റേറ്റ് 7. അത്രേ ഉള്ളൂ സ്റ്റേറ്റ് 6. അവിടെ നമുക്ക് വേറെ റിഡക്ഷൻ ഒന്നും വരുന്നില്ല, റൈറ്റ് എൻഡിൽ ഡോട്ടൊന്നും ഇല്ല. ഇനി 7th വൺ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇതാണ് I7. C ഗിവിങ് D ഡോട്ട് ആണ് അവിടുത്തെ പ്രൊഡക്ഷൻ. അപ്പോൾ ഇതിൻ്റെ മീനിങ് എന്താ? റൈറ്റ് എൻഡിലാണ് ഡോട്ട്. എ ഗിവിങ് ആൽഫ ഡോട്ട്. അപ്പോൾ നമ്മൾ ഇതിനെ റിഡക്ഷൻ ആണ് ചെയ്യേണ്ടത്. C ഗിവിങ് D ഉപയോഗിച്ച് റെഡ്യൂസ് ചെയ്യണം. C ഗിവിങ് D എന്ന് പറഞ്ഞാൽ തേർഡ് പ്രൊഡക്ഷനാണ്. അപ്പോൾ R3 എന്നാണ് നമ്മൾ എൻട്രി കൊടുക്കേണ്ടത്. എവിടെയാണ് കൊടുക്കേണ്ടത്? ഡോളർ സിമ്പിൾ ഏതാണോ, ഏത് കോളാണോ അവിടെ മാത്രമായിരിക്കും കൊടുക്കേണ്ടത്. സോ 7ൽ ഡോളറിൽ R3. നെക്സ്റ്റ് I8 കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇതാണ് I8. C ഗിവിങ് സ്മോൾ c ക്യാപിറ്റൽ C. ലാസ്റ്റ് ഡോട്ട് ഉണ്ട്. ഇവിടെ നമുക്ക് എന്താ ചെയ്യേണ്ടത്? എ ഗിവിങ് ആൽഫ ഡോട്ടാണ്, റിഡക്ഷൻ ആണ് ചെയ്യേണ്ടത്. റിഡക്ഷൻ യൂസിങ് സെക്കൻഡ് പ്രൊഡക്ഷൻ. C ഗിവിങ് സ്മോൾ c ക്യാപിറ്റൽ C എന്ന് പറഞ്ഞാൽ സെക്കൻഡ് പ്രൊഡക്ഷൻ ആണ്. അതുകൊണ്ട് R2 എന്നായിരിക്കണം എൻട്രി കൊടുക്കേണ്ടത്. ഇനി എവിടെയെല്ലാം കൊടുക്കണം? ഈ സെക്കൻഡ് കമ്പോണൻറ്റ് നോക്കുക, സിയും ഡിയും ആണ്. സോ സിയിലും R2 കൊടുത്തു, ഡിയിലും R2 കൊടുത്തു. ഇനി ലാസ്റ്റ് I9 എന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന റിഡക്ഷൻ C ഗിവിങ് സ്മോൾ c ക്യാപിറ്റൽ C തന്നെയാണ്. ഇവിടെ നമുക്ക് റൈറ്റ് എൻഡിൽ ഡോട്ട് ഉണ്ട്, റിഡക്ഷൻ ആണ് ചെയ്യേണ്ടത്. സെക്കൻഡ് പ്രൊഡക്ഷൻ ഉപയോഗിച്ച് റെഡ്യൂസ് ചെയ്യുക. അപ്പോൾ നമ്മൾ R2 എന്ന് റെപ്രസെൻറ്റ് ചെയ്യണം. അത് എവിടെയെല്ലാം കൊടുക്കണം? നമ്മളുടെ സെക്കൻഡ് കമ്പോണൻറ്റ് ഡോളർ ആയതുകൊണ്ട് ഡോളറിൽ മാത്രം R2 കൊടുക്കുക. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളുടെ കാനോണിക്കൽ എല്ലാ പാർട്സിംഗ് ടേബിൾ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നത്. അപ്പോൾ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ റിഡക്ഷൻ്റെ കേസിൽ മാത്രമേ പ്രോസസ്സിൽ ഒരു ചെറിയ ഡിഫറൻസ് ഉള്ളൂ. റിഡക്ഷൻ്റെ കേസിൽ നമ്മൾ ആ സെക്കൻഡ് കമ്പോണൻറ്റ് ഏതാണോ അതിൻ്റെ കറസ്പോണ്ടിങ് കോളംസിലായിരിക്കണം എൻട്രി ആഡ് ചെയ്യേണ്ടത്. ആ ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു മെത്തേഡ് അല്ലെ പ്രോസസ്സ് ഉപയോഗിച്ച് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്ന പാർസിംഗ് ടേബിളിനെ കാനോണിക്കൽ LR1 പാർസിംഗ് ടേബിൾ എന്നും പറയും. അപ്പോൾ നമ്മൾ SLRൽ ഉപയോഗിച്ചത് LR0 കളക്ഷനായിരുന്നു. ഇവിടെ നമ്മൾ കൺസ്ട്രക്ട് ചെയ്തത് LR1ൻ്റെ കളക്ഷനാണ്. അതുപോലെ തന്നെ ആ ടേബിളിനെ കാനോണിക്കൽ LR1 പാർസിംഗ് ടേബിൾ എന്ന് പറയും. അപ്പോൾ ഈ ടൈപ്പ് പാർസിംഗ് ടേബിൾ ഉപയോഗിക്കുന്ന LR പാഴ്സറിനെ കാനോണിക്കൽ LR1 പാഴ്സർ എന്നും പറയും. ഇനി നമ്മൾ പാഴ്സിംഗ് ആക്ഷനിൽ നമുക്ക് മൾട്ടിപ്ലി ഡിഫൈൻഡ് എൻട്രീസ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഗ്രാമറിനെ LR1 ഗ്രാമർ എന്നും പറയാം. അപ്പോൾ എല്ലാ SLR1 ഗ്രാമേഴ്സും LR1 ഗ്രാമേഴ്സ് തന്നെയാണ്. ഇനി SLR1 ഗ്രാമറിൻ്റെ കേസ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കാനോണിക്കൽ പാഴ്സറിൽ SLRലുള്ളതിനേക്കാൾ കൂടുതൽ സ്റ്റേറ്റ്സ് ഉണ്ടാകും. സോ ദാറ്റ്സ് ഓൾ ഓഫ് കാനോണിക്കൽ LR പാഴ്സിംഗ് ടേബിൾ കൺസ്ട്രക്ഷൻ. താങ്ക് യു.